സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് സ്റ്റക്കായത് നിങ്ങൾക്ക് ലക്കില്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ കൂടുതൽ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്. ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം സെറ്റായി, സെയിം ഓഫീസ്, സെയിം ക്ലയൻറ്റ്, സെയിം റൂട്ടീൻ, രാവിലെ വരുന്നു വൈകിട്ട് പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും എല്ലാം വളരെ സ്മൂത്തായി പോകുന്നു എന്ന്. പക്ഷേ അതൊരു ആശ്വാസം മാത്രമാണ്, കാരണം അവിടെ ഗ്രോത്ത് ഇല്ല. ഈ കംഫർട്ട് സോണിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയാവും. അവിടെ എനർജി ഭയങ്കരമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം, അതായത് റവന്യൂ ഗ്രോത്ത്, അതുണ്ടാവില്ല. ഇനി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രഷർ വേണം, കുറച്ച് ഡിസ്കംഫർട്ട് വേണം, പിന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആ എന്താവുമോ എന്തോ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ വളർച്ചയുടെ ഇന്ധനം. കംഫർട്ട് സോൺ എപ്പോഴും നിങ്ങളോട് ചോദിക്കുന്നത് ഇപ്പോഴുള്ള ഇൻകം പോരെ, ഇതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ലേ എന്നാണ്. പക്ഷേ ഗ്രോത്ത് സോൺ ചോദിക്കുന്നത് മറ്റൊന്നാണ്. ഇപ്പോൾ ഉള്ള എൻ്റെ ബിസിനസ്സിൻ്റെ റവന്യൂ 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ചിന്താഗതിയിൽ എന്ത് മാറ്റമാണ് ഞാൻ വരുത്തേണ്ടത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മാർക്കറ്റ് മാറുമ്പോഴല്ല നിങ്ങളുടെ ബിസിനസ് ഗ്രോ ആവുന്നത്, നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ആവുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ആ പഴയ സെയിൽസ് പിച്ച് ഒന്ന് മാറ്റി പിടിച്ചപ്പോൾ, നിങ്ങളുടെ സെയിൽസ് ടീമിനെ നിങ്ങൾ പുതിയ ലെവലിലോട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ, നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള ആ ഡീലിന് പുറകെ നിങ്ങൾ പോയപ്പോൾ, അപ്പോഴാണ് ശരിക്കുമുള്ള ഒരു മാറ്റം തുടങ്ങിയത്. ബിസിനസ്സിൽ സേഫായി കളിച്ചവർ അത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ബോൾഡായി കളിച്ചവരാണ് ഒരു സാമ്രാജ്യം തന്നെ ബിൽഡ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കംഫർട്ട് സോണിലാണോ അതോ ഗ്രോത്ത് സോണിലാണോ?